ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ രാകേഷ് വിശദമായിട്ട് പ്രതിപാദിച്ചു. എന്താ അതിൻ്റെ പോലീസ് റിപ്പോർട്ട്? സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ഒരു മരണമായിരുന്നു സാജന്റെ. ഒരു പ്രവാസി വ്യവസായി, അദ്ദേഹം ആരംഭിക്കുന്ന സംരംഭത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം. അന്ന് നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് സാജൻ നമ്മെ വിട പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം അന്നത്തെ ചെയർപേഴ്സണുണ്ടോ? ഇത് അന്ന് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടാണ്. അതിന്റെ 3-ാം പാരഗ്രാഫ്. ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടില്ല എന്ന് ശ്യാമള ടീച്ചർ പറഞ്ഞതായി 19-ാം സാക്ഷിയുടെ മൊഴി വിവിധ പത്രമാധ്യമങ്ങളിൽ സജീവ ചർച്ചയായിരുന്നു. ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ചതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 70-ാം സാക്ഷിയുടെ കൂടെയാണ് ശ്യാമള ടീച്ചറെ വീട്ടിൽ പോയി കണ്ടത്. എന്നാൽ 19-ാം സാക്ഷി പറയുന്നു, ശ്യാമള ടീച്ചറെ പോയി കണ്ടപ്പോൾ ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്നത് വരെ പെർമിറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞതായി. 19-ാം സാക്ഷിയോട് ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചത്. എവിടെ വെച്ച്, എപ്പോൾ, ഉത്തരവില്ല. എന്നാൽ 70-ാം സാക്ഷിയുടെ കൂടെയാണ് ഇദ്ദേഹം പോയത്. 70-ാം സാക്ഷി കൊടുത്തിട്ടുള്ള മൊഴി ഇത്തരത്തിലുള്ള ഒരു പരാമർശവും, ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്നത് വരെ പെർമിറ്റ് കൊടുക്കില്ല എന്ന ഒരു പരാമർശവും അവർ നടത്തിയിട്ടില്ല, ശ്യാമള ടീച്ചർ നടത്തിയിട്ടില്ല എന്ന്. ഇതിൽ ദൃക്സാക്ഷി ഇവിടെ ഇരിക്കുമ്പോൾ കേട്ട സാക്ഷി എന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. എന്ന് മാത്രമല്ല, അന്വേഷണ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. വാർത്താ കൺവെൻഷൻ സെന്ററിൽ മെയ് 19 നടക്കുന്ന വിവാഹത്തിൽ എനിക്ക് കൂടി പങ്കെടുക്കേണ്ടതിനാൽ അതിനു മുമ്പ് പെർമിറ്റ് ഉടൻ ശരിയാക്കി കൊടുക്കൂ എന്ന് സെക്രട്ടറിയോട് പറഞ്ഞതായി വിവിധ മൊഴികളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ അവസാനിപ്പിക്കുന്നു, ഈ പശ്ചാത്തലത്തിൽ ശ്യാമള ടീച്ചർക്ക് സാജനോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ നിയമപരമായോ ധാർമ്മികപരമായോ ഉള്ള യാതൊരു കുറ്റവും ടീച്ചർക്കെതിരെ നിലനിൽക്കത്തക്കതല്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കുന്നത് 9/9/2020 2019 നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ആ മരണം. ആ മരണത്തിന് ശേഷം ഞങ്ങളെല്ലാം ആ വീട്ടിൽ പോയി. വീട്ടിൽ പോയതിനെ തുടർന്ന് അവിടെ ഈ കാര്യങ്ങൾ സാജന് വേണ്ടി ചെയ്യുന്ന ചുമതലക്കാരനായ ഭാര്യയുടെ പിതാവ് കൂടിയായ അദ്ദേഹവുമായി സംസാരിച്ചതിനെ തുടർന്ന് ഒരു ഹർജി മന്ത്രിക്ക് കൊടുത്തു. ആ ഹർജി മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഒരു ഉന്നതതല ടീമിനെ നിയോഗിച്ച് വാർത്താ കൺവെൻഷൻ സെന്റർ സന്ദർശിക്കാൻ വേണ്ടി അധികാരപ്പെടുത്തി. അവർ വന്നു. നേരത്തെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ ന്യൂനതകളിൽ ചിലത് പിന്നീട് ഇവർ പരിഹരിച്ചിരുന്നു. അവശേഷിക്കുന്ന 7 ന്യൂനതകൾ ഈ ഉയർന്ന സംസ്ഥാന തലത്തിൽ നിന്ന് വന്ന ടീം ചൂണ്ടിക്കാട്ടി. അതിൽ 5 പരിഹരിച്ചതുകൊണ്ടുകൂടിയാണ് പക്കാ പെർമിറ്റിന് പകരം ടെമ്പററി പെർമിറ്റ് കിട്ടിയത്. ഇനി പരിഹരിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അഷുറൻസും കൊടുത്തു. അതിലെല്ലാം പൂർണ്ണമായി പങ്കുവഹിച്ചവരാണ് ഞങ്ങളെല്ലാം. ടീച്ചർ അക്കാലത്ത് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്
ആ പെർമിഷൻ കൊടുക്കാൻ നിങ്ങൾ ഇടപെടരുത് എന്ന് പറയാമായിരുന്നു. ടീച്ചർ ഉൾപ്പെടെയാണ് ഇവർക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത്. വസ്തുത ഇതായിരിക്കെ ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ഒരാളാണ് ടി.കെ. ഗോവിന്ദൻ മാഷ്. എന്നിട്ടും പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം പെർമിറ്റ് കൊടുക്കില്ല എന്ന് ടീച്ചർ പറഞ്ഞതായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നിട്ടോ അതിൽ ടീച്ചറുടെ പേരിൽ നടപടി വരുമെന്ന് അന്ന് പൊതുയോഗത്തിൽ വ്യക്തമാക്കി എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് തന്നെ പാർട്ടിക്ക് അറിയാമായിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ. അത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ചെയർപേഴ്സണോ ഭരണസമിതി അംഗങ്ങൾക്കോ കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റോ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റോ കൊടുക്കാൻ അവകാശമില്ല, ഭരണസമിതിക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും അന്വേഷണത്തിന് വരുന്നവരോടും ഇതൊന്ന് പെർമിറ്റ് കൊടുക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറയാനാണ്. അത് ശ്യാമള ടീച്ചർ ചെയ്തിട്ടുമുണ്ട്, ഞങ്ങളും ഇടപെട്ടിട്ടുണ്ട്. താൽക്കാലിക പെർമിറ്റ് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ നടപടിയുടെ പ്രശ്നം അന്നേ ഉത്ഭവിച്ചിട്ടില്ല.